വിനോദസഞ്ചാരികളുടെ പ്രിയ കേന്ദ്രമായ കൊല്ലം ബീച്ചിൽ കടലാക്രമണം രൂക്ഷമായി. ശക്തമായ തിരമാലകളിൽ ബീച്ചിന്റെ വലിയൊരു ഭാഗം കടലെടുത്തു. ഇരിപ്പിടങ്ങളും കൽപ്പടവുകളും തകർന്നതോടെ തീരസംരക്ഷണ സംവിധാനങ്ങളുടെ കാര്യക്ഷമതയെക്കുറിച്ചും ആശങ്ക ഉയരുന്നുണ്ട്. ആളുകളുടെ ചിരിയും കാൽപ്പാടുകളും നിറഞ്ഞിരുന്ന കൊല്ലം ബീച്ച് ഇന്ന് കടലിന്റെ അതിശക്തമായ പ്രഹരത്തിനു മുന്നിൽ പതർന്നു. ഓരോ തിരമാലയും തീരത്തെ കുറച്ചുകൂടി വിഴുങ്ങുന്നു. ബീച്ചിന്റെ വിശാലമായ ഭാഗം ഇതിനോടകം കടലെടുത്തു. സഞ്ചാരികൾ വിശ്രമിച്ചിരുന്ന ഇരിപ്പിടങ്ങളും തകർന്നു. കടലിലേക്ക് ഇറങ്ങാൻ ഒരുക്കിയിരുന്ന കൽപ്പടവുകളും തിരമാലകളിൽപ്പെട്ട് അലിഞ്ഞില്ലാതെയായി. ഒപ്പം വൻ സാമ്പത്തിക നഷ്ടവും. ബീച്ച് കണ്ടോ? എങ്ങനെയുണ്ട്? പേടിയാവുന്നോ? പണ്ടൊന്നും ഇത്ര ഇല്ലായിരുന്നു. പേരെന്താ? നൂറ. കടലെടുത്ത് കണ്ടോ? തീരം പോയിട്ടുണ്ടല്ലോ. ഒരുപാട് കടലാക്രമണങ്ങളുണ്ട്. ഭയങ്കര പ്രശ്നങ്ങളാണ്. തീരത്തെ സംരക്ഷിക്കാൻ സ്ഥാപിച്ചിരുന്ന ഇരുമ്പ് ജാക്കറ്റുകളിലെ അസ്ഥിവാരങ്ങൾ പോലും കടലിന്റെ പ്രഹരത്തിൽ നിലംപൊത്തി. തീരസംരക്ഷണ സംവിധാനങ്ങളുടെ ദീർഘകാല സുരക്ഷിതത്വത്തെക്കുറിച്ചും ഇപ്പോൾ ചോദ്യങ്ങൾ ഉയരുന്നു. മഴയും ശക്തമായ കാറ്റും ഉയർന്ന തിരമാലകളും ചേർന്നതോടെ തീരശോഷണം അതിവേഗത്തിലാണ്. കാലാവസ്ഥാ വ്യതിയാനം, സമുദ്രനിരപ്പ് ഉയരൽ, ശക്തമാകുന്ന കടൽക്ഷോഭവും കേരളത്തിന്റെ തീരമേഖലയെ കൂടുതൽ ദുർബലമാക്കുന്നു. ഇത് തീരദേശ ആവാസ വ്യവസ്ഥയ്ക്കും ദീർഘകാല പാരിസ്ഥിതിക ആഘാതങ്ങൾ സൃഷ്ടിക്കുമെന്ന മുന്നറിയിപ്പും പരിസ്ഥിതി ഗവേഷകർ നൽകുന്നു. മഴയും കാറ്റും ശക്തിപ്പെട്ടതോടെ തീരത്ത് കടലാക്രമണം രൂക്ഷമായി. നമ്മുടെ കൊല്ലം ബീച്ച് ഇപ്പോൾ കടലെടുക്കുകയാണ്. ഇതിന് തിരിഞ്ഞു നോക്കാൻ ആരുമില്ല. ആർക്കും ഗവൺമെന്റിനും താല്പര്യമില്ല. ഈ ജില്ലാ ഭരണകൂടത്തിനും താല്പര്യമില്ല ഇത് സംരക്ഷിക്കണമെന്ന്. ക്യാമറമാൻ രാഹുൽ ചന്ദ്രനൊപ്പം രാജ്കുമാർ.